പ്രിയ സുഹൃത്തുക്കളെ, കുറെ കാലത്തിന് ശേഷം വീണ്ടും എൻ സ്ക്വയർ ആയിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്, ആഗ്രഹിച്ചിരുന്നതാണ്. കോഴിക്കോട് സ്വദേശി അബ്ദുറഹീം, അദ്ദേഹം റിയാദ് ജയിലിൽ കഴിയുകയാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട്. അദ്ദേഹത്തിന്റെ വധശിക്ഷ ഇന്ന് ഒഴിവായ ദിവസമാണ്. ഇന്ന് ആ വധശിക്ഷ റദ്ദാക്കി റിയാദിലെ കോടതി. അപ്പോൾ അതിന്റെ ഒരു ആഹ്ലാദം എല്ലാ പ്രവാസികളുടെയും മലയാളികളൊക്കെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു അല്പനേരം സംസാരിക്കാമെന്നാണ് കരുതുന്നത്. നൗഫൽ, നമ്മളെല്ലാരും പ്രതീക്ഷിച്ചിരുന്നതാണ്, ഒരുപക്ഷെ ലോകം പ്രതീക്ഷിച്ചിരുന്ന, ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയാണ് അത്. റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടു. ഇനി ഇപ്പൊ വധശിക്ഷ ഒഴിവാക്കിയതല്ലേ ഉള്ളൂ, ഇനിയിപ്പം മോചനം, അങ്ങനെ കുറെ നടപടികളില്ലേ? ഇതൊക്കെ എത്ര നടപടികളുണ്ട്. പക്ഷേ പിന്നെ ഇപ്പം ഇത്ര കാലം ഇപ്പോൾ റഹീമിനെ സംബന്ധിച്ച്, ജയിലിലുള്ള റഹീമിനെ സംബന്ധിച്ച് 2006 ഡിസംബറിലല്ലേ കേസ്? 2006 ഡിസംബർ 26 ശേഷം അയാൾ ഇന്നലെ വരെ ഭയമില്ലാതെ ഉറങ്ങിയിട്ടില്ല. 18 വർഷം. അങ്ങനെ ഞാൻ പറയണത്, അതായത് കോടതിയുടെ വധശിക്ഷ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം ഏതൊരു സമയത്തും ആ വിധി നടപ്പാക്കപ്പെട്ടേക്കാം എന്നുള്ളൊരു പേടി ആ പ്രതിക്കുണ്ടാവും. പുറത്ത് നിൽക്കുന്ന നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും ആ കേസിൻ്റെ ആ കേസ് കോടതി ക്ലോസ് ചെയ്യുകയോ മുമ്പിട്ട ഉത്തരവ് റദ്ദ് ചെയ്യുകയോ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നാണ് ആ കേസിൽ വധശിക്ഷ റദ്ദ് ചെയ്ത ഉത്തരവ് വരുന്നത്, പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്നുള്ള ഉത്തരവ് വരുന്നത്. അപ്പോൾ അത് റഹീമിനെ സംബന്ധിച്ച് ഇന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നൊരു ദിവസമാണ്. മോചനം അത്ത കാര്യങ്ങളൊക്കെ അവിടെ കെടുക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റുന്ന. അതെ, ഇപ്പം അതെ, ഇടക്കാലത്ത് പിന്നെ കോടതിയിൽ കൊണ്ടുവരുന്നതിനും നടപടിക്രമങ്ങൾക്കും ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നതൊക്കെ ആയിട്ട് റഹീമിനെ രാവിലെ കോടതിയിൽ നിന്ന് വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോകും കോടതിയിലേക്കും, ഫിംഗർ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്തേക്കും, വിർച്വൽ കോടതിയിലേക്കൊക്കെ. ആ സമയത്തൊക്കെ റഹീം പേടിക്കാണ്. കാരണം ഇത് ശിക്ഷ നടപ്പാക്കാനാണോ ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാകണം. അപ്പം തൊട്ടടുത്ത ആളുകളോടൊക്കെ വിളിച്ചിട്ട് അപ്പം തന്നെ പറയും, എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ എംബസിയിൽ ഇന്ന ഉദ്യോഗസ്ഥനെ, ഇന്ന ആളുകളെ, ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ അവരൊക്കെ പെട്ടെന്ന് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് റഹീം എന്നും പോവുക. 6 മണി 7 മണിക്ക് പോകും. അപ്പോൾ ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ റഹീമിന് സന്തോഷം ഉണ്ടാവുക. കാരണം എന്തോ ഒരു ശുഭവാർത്തക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നത്, റിലീസിങ്ങിനായിരിക്കും. പക്ഷേ ഇതുവരെ റഹീം അങ്ങനെ അല്ലായിരുന്നു, റഹീം ഭയത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഭയക്കാതെ ഇന്ന് മുതൽ റഹീമിന് ഉറങ്ങാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമിക സംഗതി. മോചനമാണ് ഉണ്ടായിട്ടുള്ളത്. ഭയമില്ലാതെ ഇന്ന് മുതൽ അന്തി ഉറങ്ങാൻ പറ്റും അയാൾക്ക്. അതൊരു വലിയ കാര്യമാണ്. റഹീം മാത്രമല്ല, റഹീമിൻ്റെ കോടമ്പോയിലുള്ള റഹീമിൻ്റെ ഉമ്മയും ഇന്ന് അതേ അവസ്ഥയിലായിരിക്കും, സമാധാനത്തോടുള്ള. ഓക്കെ, അതെ, ഈ വിഷയത്തിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകരും എല്ലാ ആൾക്കാരും, അതായത് ചെറിയ തുക കൊണ്ട് പോലും ഇതിൽ പങ്കാളിയായിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇനി പണമില്ലാതെ പ്രാർത്ഥന കൊണ്ട് പങ്കാളിയായ ആൾക്കാരുണ്ട്. എല്ലാവർക്കും പണം കൊടുക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് പങ്കാളിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, കുറേ ആൾക്കാർ അവർ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യങ്ങൾ, അവർ പിന്നെ ഓരോ ആളുകളും പലതരത്തിലുള്ള ഫീഡ്ബാക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ ഇതുമായി കേസുമായി ബന്ധപ്പെട്ട 1-2 ആൾക്കാരെ ബന്ധപ്പെട്ടിരുന്നു, നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു വൈകാരിക സംഗതികൾ, അത് നമുക്ക് എഴുതാനുള്ളതായതുകൊണ്ട് ഞാൻ ആ പേരും സംഭവങ്ങളൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യണില്ല. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അതായത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ എത്രത്തോളം പിന്നെ തഹജ്ജുദ് നിസ്കരിക്കുക, പിന്നെ പ്രഭാത പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് നടത്തുക, അതൊക്കെ ഒരാൾക്ക് വേണ്ടി, ഒരു എയിമിന്. ഇന്ന് രാവിലെ പോലും കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. അതായത് സ്വന്തം രക്തം അവിടെ കെടുക്കുന്ന പോലെ, അതെ, അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യമായിട്ട് കാണണ്ട. അതെ, ശരിക്കും തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ ഏപ്രിൽ 9 സമയത്താണ്, ഈ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് ഈ ധനസമാഹരണം ആരംഭിക്കുന്നത്. 9 വരെ ഒരു നനഞ്ഞ പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. 9 മുതൽ 12 വരെ, അതായത് റമദാൻ്റെ ഒരു അവസാനത്തെ 10 പെരുന്നാളിനോട് അടുത്ത് നിൽക്കുന്ന ദിവസം, ഈ ഒരു ദിവസം 3 ദിവസം കൊണ്ട്, അതായത് 72 മണിക്കൂർ കൊണ്ട് ഒഴുകി എത്തിയത് ഏകദേശം 41 കോടി രൂപയാണ്. കാരണം 6 കോടി രൂപ ഓൾറെഡി സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വന്ന തുക 41 കോടി രൂപയോളം. അതായത് ജാതി, മതം, വർണ്ണം ഒന്നുമില്ല, മനുഷ്യൻ, യാതൊരു ഭേദചിന്തയുമില്ലാതെ മനുഷ്യൻ എന്ന ഒറ്റ കാരണത്താൽ, ഒരു സഹജീവി എന്ന ഒറ്റ കാരണത്താലാണ് ഈ സഹായമെല്ലാം ഒഴുകി വന്നത്. അപ്പോൾ നമുക്ക് ഈ മനുഷ്യരെ ഓർത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ പെട്ടുപോകാറുണ്ട്. മനുഷ്യത്വം ഇല്ലാതാവുന്നു? ഇല്ല, ഈ ലോകത്ത് മനുഷ്യത്വം ബാക്കിയുണ്ട്.
അതാണ് റഹീമിന് വേണ്ടി ഒഴുകി വന്ന ഈ പണം മാത്രമല്ല, നൗഫൽ പറഞ്ഞതുപോലെ പ്രാർത്ഥന, ആളുകളുടെ ആഗ്രഹം, ആളുകൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതായത് പല രീതിയിലാണ് കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. പണം മാത്രമായിട്ടല്ല, പ്രാർത്ഥന ആയിട്ട്, ആഗ്രഹമായിട്ട്, പിന്നെ അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട്, ഇപ്പം ആ സമാഹരണ സമയത്തൊക്കെ എന്തൊക്കെയോ രീതിയിൽ ആളുകൾ പിന്നെ ഇതിനോട് സഹകരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ റിയാദിൽ ഭയങ്കരമായ ഒരു സെലിബ്രേഷൻ മൂഡിലാണ് ആൾക്കാർ. ഈ റഹീം ഇവരാരുമല്ല, പലരും നാട്ടുകാരല്ല. ഇപ്പോൾ നിങ്ങൾ കൊല്ലത്തുള്ള ആളുകളുണ്ട്, തിരുവനന്തപുരത്തുള്ള ആളുകളുണ്ട്, മലപ്പുറത്തുള്ള ആളുകളുണ്ട്, കോഴിക്കോടുള്ള റഹീമിനെ കണ്ടിട്ടില്ല. ഇതിൽ ഒരു ഒരു 99.5% ആൾക്കാരും റഹീമിനെ കണ്ടവരല്ല. പക്ഷെ ഈ ഒരു മനുഷ്യത്വത്തിന് വേണ്ടി ഇന്നലെ വേറൊരാളായിരിക്കും, നാളെ ഇനിയൊരാളായിരിക്കും. ഏതായാലും ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുന്നു എന്ന് കണ്ടാൽ, ഒരു മനുഷ്യൻ പ്രതിസന്ധിയിലാണെന്ന് കണ്ടാൽ എല്ലാ ഭേദ ചിന്തകളും മറന്ന് എല്ലാവരും ഒന്നിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മനുഷ്യരെ ഓർത്ത് നിരാശപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതിപ്പോൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ബോധിപ്പിച്ചു. കൊറോണ കാലത്ത്, അതുപോലെ തന്നെ വെള്ളപ്പൊക്ക കാലത്ത്, അങ്ങനെ എല്ലാ കാലത്തും വീണ്ടും അതിനേക്കാൾ വലിയൊരു മാസ് ബോധിപ്പിക്കലാണ് ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ആഗോള മലയാളികൾ ഒന്നിക്കുന്ന ഒരു സംഭവം. ഇനിയിപ്പോൾ റഹീമിൻ്റെ കേസിലുണ്ടാകാൻ പോകുന്നത് അടുത്ത ഘട്ടം, ഈ കേസിൻ്റെ പബ്ലിക് റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സ്വകാര്യ റൈറ്റ്സ് ആണ് ഇതോട് കൂടിയിട്ട് ബന്ധമായത്. സ്വകാര്യ അവകാശമാണ് ഈ വധശിക്ഷ റദ്ദ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഓൾറെഡി പബ്ലിക് റൈറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കോടതി അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇത് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം റഹീമിൻ്റെ റിലീസ് ഓർഡറും മറ്റുള്ള കാര്യങ്ങളും വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ എംബസിനൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ഉണ്ട് കേട്ടോ, ഇന്ത്യൻ എംബസിനെ. കാരണം നമ്മൾ ഈ സാധാരണ നമ്മളൊരു എംബസിയൊക്കെ എപ്പോഴും നമുക്ക് പ്രതിപക്ഷത്താണ് ഏതൊരു സമയത്ത്. അങ്ങനെ ഉണ്ടല്ലോ, ഈ ഒരു എംബസി ഉദ്യോഗസ്ഥന്മാർ എല്ലാം നമുക്ക് നെഗറ്റീവാണ്, ഒരു വികാരമാണ്. നമുക്ക് എയർ ഇന്ത്യക്കുള്ള പോലെ അങ്ങനെ ഒരു മറുചേരിയിലാണ് നമ്മൾ എപ്പോഴും നിർത്തുക. ഈ കേസിലൊക്കെ ഉണ്ടല്ലോ എംബസി ഉറക്കമില്ലാതെ പ്രവർത്തിച്ചിരുന്നു തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നിരന്തരം ഇതിന്റെ പിറകിൽ കൂടിയിട്ട് എംബസി തന്നെ നിയമിച്ചിട്ട് അത് വർക്ക് ചെയ്ത്. അപ്പോൾ ഇത് 1-2 കൊല്ലത്തെ കേസല്ല, 18 വർഷമായിട്ട് ഇതിന്റെ പിറകിൽ ഇങ്ങനെ നടക്കുക. അപ്പം ആ അർത്ഥത്തിൽ നമുക്ക് എംബസിനെയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരെയും പണം കൊടുത്ത ആൾക്കാരെ പിന്നെ വിദേശകാര്യ മന്ത്രാലയം വളരെ ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. അതെ, പിന്നെ അത് റിയാദ് ഗവർണറേറ്റ് ഇവിടെ എംബസിയിൽ നിന്ന് പിന്നെ രേഖകളും ചെക്കൊക്കെ കിട്ടിയ ഉടനെ തന്നെ അത് പെട്ടെന്ന് കോടതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. കോടതി അത് ഒക്കെ നമ്മളെ ആളുകളുടെ ഒരു ഫോളോ അപ്പ് അതിന്റെ പിറകിൽ ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര ചടുലായിരുന്നു. കാരണം ഈ ഒരു 2 മാസം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ പോലും ഒരു കേസ് എടുത്തിട്ട് ഇത്ര പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിൽ കൂട്ടായ എല്ലാത്തരം മനുഷ്യരുടെയും പണം കൊണ്ട്, അങ്ങനെ പ്രാർത്ഥന കൊണ്ടങ്ങനെ, മനുഷ്യ പ്രയത്നം കൊണ്ടങ്ങനെ എല്ലാ തരത്തിലുമുള്ള കൂട്ടായ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നൗഫൽ പറഞ്ഞതുപോലെ ഇനി ചില നടപടിക്രമങ്ങളിലൂടെയാണ് ബാക്കിയുള്ളത്. അത് പക്ഷേ എത്ര ദിവസം എടുക്കും എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഒന്നും നമുക്കത് പറയാൻ പറ്റില്ല. കോടതിന്റെ ടേബിളിലുള്ള കാര്യങ്ങൾ പ്രവചനാതീതം, പക്ഷേ വളരെ പെട്ടെന്ന് നടക്കുന്നതാണ്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. അതെ, നമ്മളെല്ലാവരും വിശ്വാസപ്രകാരം അതിനു വേണ്ടി പെട്ടെന്ന് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കോടമ്പുഴയിൽ റഹീമിൻ്റെ ഉമ്മൻ്റെ അരികിൽ റഹീം എത്തിയിട്ടൊരു ഫോട്ടോ കാണാനുള്ളതാണ് എല്ലാ മലയാളികളുടെയും ഒരു ആഗ്രഹം. റഹീം മോചിപ്പിക്കാന്ന് മാത്രമല്ല, റഹീമിൻ്റെ ഉമ്മാനെ കാണുന്ന ഒരു വൈകാരിക രംഗം എല്ലാവരും ആഗ്രഹിക്കുന്നു. എനിക്ക് ഇത് പറയാനുള്ളത്, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം റഹീമിനെ കണ്ടിട്ടുണ്ട്, ഇനി ഒരിക്കൽ കൂടി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കോടതിയിൽ വെച്ചിട്ട്? കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഈ വാർത്ത 2006 പുറത്തു വരുന്നത്? അത് 2007 2007 നിങ്ങൾ ജയിലിൽ? 2006 ഡിസംബറിലാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, ജയിലിലാകുന്നു. 2007 ഒരു കൃത്യമായ മാസം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാനും സുഹൃത്ത് ഷക്കീബും കൂടി വേറൊരു കേസ് അന്വേഷിച്ച് അവിടെ ചെല്ലുന്നതാണ്. റോയി ബിജി എന്ന് പറഞ്ഞ 2 ദമ്പതികളുടെ. അതിൽ റോയിയെ കാണാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് റോയിയെ കാണാൻ പറ്റിയില്ല, പക്ഷെ പകരം കണ്ടത് നസീറിനെയാണ്, കൂട്ടുപ്രതി നസീറാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കുമ്പോഴാണ് 7 മാസമായി. അപ്പൊ നസീർ നസീറിൽ നിന്ന് കിട്ടിയൊരു വാക്കാണ് 7 മാസമായി എന്നുള്ളത്. അതാണ് എന്റെ തുടക്കം. പിന്നീട് അത് വാർത്ത വരികയും പിന്നെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ എന്തായാലും അതൊരു വലിയ അങ്ങനെ ഒരാൾ യാദൃശ്ചികമായിട്ട് കിട്ടിയതാണെങ്കിലും അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. ആ വാർത്തയുമായി ഫോളോ അപ്പ് ആളുകൾ അറിയുന്നു, ഫോളോ അപ്പ് നടക്കുന്നു. അതൊക്കെ വലിയ കാര്യങ്ങളാണ്.
ഒരു സമൂഹം പിന്നെ 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 ഇങ്ങനെ ഇങ്ങനെ ഓരോ ഘട്ടം കഴിയുന്നൊരു ഈ സമൂഹം ഇങ്ങനെ ഏറ്റെടുക്കുക. പക്ഷെ ആദ്യം മുതൽ ഈ അവസാനം വരെ എംബസി അതിനകത്ത് കൊണ്ട് കുറച്ച് സാമൂഹിക പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. അവരാണ് ആദ്യവും അവസാനം ഇപ്പോഴും ഉള്ളത്, ഉടനീളമുള്ളത്. അതെ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നേരെ വർഷിക്കട്ടെ. അപ്പോൾ റഹീം ഈ ഈ മനുഷ്യരുടെ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് ജീവിക്കും. റഹീമിന്റെ മനസ്സിലും അതുണ്ടാവുമല്ലോ, സമൂഹത്തോട് മുഴുവൻ റഹീം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റഹീം എത്രയും പെട്ടെന്ന് വന്ന് റഹീമിനെ കാണാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും.